ഉണ്ണി എന്താ ഇവിടെ വന്ന് കിടക്കണേ? വല്യമ്മാവനോട് അന്വേഷിക്കണ്ടായിരുന്നു. എന്താ വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല, അമ്മയ്ക്കൊരു നെഞ്ചരിച്ചല് പോലെ വന്നു. ഞാൻ കൃഷ്ണവൈദ്യരെ കണ്ട് വിവരം പറഞ്ഞു. ഒറ്റ ഗുളികയിൽ ആശ്വാസമായി പോയി. വായുവിന്റെ ആണേ. മനസ്താപം കൂടുമ്പോ വായു കയറുന്ന. ഡോക്ടറെ കൊണ്ടുവരണോ? ഏയ്, എന്തിനാ? അത് വന്ന പോലെ പോയില്ലോ. ഓ, എന്താ വിങ്ങല്. ഒരു നല്ല മഴ കിട്ടിയിരുന്നെങ്കിൽ. എന്നാലും ഉള്ളിലെ വിങ്ങല് മാറുമെന്നാണ് നേരെ. വീട്ടിലിരിക്കാൻ വയ്യ, അതാ ഇറങ്ങി നടന്നത്. മനസ്സിലിപ്പോഴും തികട്ടി വരിക നന്ദയുടെ മുഖം. പറയല്ലേ എന്റെ കുട്ടിയെ. നെഞ്ച് കലങ്ങിപ്പോയി ആ കുട്ടിയെ കണ്ടപ്പോ. ആരുടെ സങ്കടം അത്ര വരില്ല. അതിന് പോയതൊരു ജീവിതല്ലേ. അവസാനായിട്ട് വന്നപ്പോ ശ്രദ്ധിച്ചിരുന്നില്ലേ? നിലത്തൊന്നും ആയിരുന്നില്ല ആള്. പതിവില്ലാതെ എന്നെയും വിളിച്ച് ഭഗവതിയുടെ അമ്പലത്തിൽ പോയി നേർച്ചയും വഴിപാടൊക്കെ ധാരാളം നടത്തുകയുണ്ടായി. പൂവ് ഇരട്ട സൂര്യന്മാരെ പോലെ രണ്ട് ആൺമക്കള്. ഏത് മൂർത്തിക്കാണാവോ അമ്മയോട് അസൂയ തോന്നിയത്? രണ്ടിലൊരാളുടെ ജീവൻ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്റെതങ്ങ് എടുക്കായിരുന്നില്ലേ? ദൈവം കൊണ്ടുവരുമ്പോ ഒന്ന് പറഞ്ഞുകൂടെ കുട്ടി? പടിഞ്ഞാറുന്നായല്ലോ. ഇത്ര കാലമായിട്ട് അറിഞ്ഞൂടെ നിനക്ക്? കണ്ടില്ലായിരുന്നു മുറ്റത്തുള്ളത്. എന്ത് കണ്ടില്ലായിരുന്നു? പോഴത്തരം കാണിക്കുകയും ചെയ്തിട്ട് കാവൽ എതിരി വെച്ചോ? വെക്കാൻ പോവാണ്. ഇരുട്ടാവാൻ നിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്തെങ്കിലും അനർത്ഥം തിസന്ധിക്ക് ഉണ്ടാക്കി ഇറങ്ങും. വീഴ്ച നിൽക്കാണ്ട് ചെല്ലു കുട്ടി. താൻ എവിടെ പോയിരുന്നോ? വെറുതെ ഒന്ന് പുറത്തിറങ്ങി. ഇരുട്ടയച്ച എന്തെങ്കിലും വെളിച്ചം കൈ കരുതണോടോ. ഉഷ്ണസഞ്ചാരം കിട്ടിയ എഴജന്തുക്കൾ ഇറങ്ങുന്ന സമയാ. ആരോട് പറയാൻ? കണ്ണും പൂട്ടിയുള്ള നടപ്പല്ലേ എല്ലാരും. ഒരു കാര്യത്തിലില്ലല്ലോ സൂക്ഷ്മത. ആ നാണു അവിടെ പാടത്ത് പോയിരിക്കുക വെള്ളം തുറന്നോടെ. അയാളുടെ ആവശ്യം വരുമല്ലോ. പടിഞ്ഞാറുന്ന് ആരോ പുറപ്പെട്ടിരിക്കണോ? ലക്ഷണം കാണുന്നുണ്ട്. എന്താ ഉണ്ണി, ആര് വരുന്ന വല്യേട്ടൻ പറഞ്ഞ? ലക്ഷണം ഉണ്ടത്രേ. പടിഞ്ഞാറ് നേരം വിഷം തീണ്ടിട്ട് വരണുണ്ടെന്ന്. ഈശ്വര, സമയം തെറ്റിനും എത്തിക്കാൻ പറ്റണേ. ചെറിയമ്മ കിടന്നോ? ആ കല്യാണി ഉറങ്ങിയിട്ടില്ല. ഇടയ്ക്കെങ്ങാൻ എണീറ്റ് ഞാൻ കിടക്കണടത്തില്ലാന്ന് കണ്ട. എന്താ ഉണ്ണേട്ടാ? ഒന്നുമില്ല മോളെ. ഉള്ളിലെ ഭാരം ഒന്ന് കരഞ്ഞു തീർക്കാൻ കൂടെ കഴിയണില്ലല്ലോ. എല്ലാവർക്കും ധൈര്യം കൊടുത്ത് താങ്ങി നിർത്തി ഉണ്ണിയേട്ടൻ ഇങ്ങനെ തുടങ്ങിയാലോ? ഇപ്പൊ ഉണ്ണിയേട്ടന് എല്ലാവർക്കും ഒരു ആശ്വാസം. ഒരിക്കലും തളരരുത്. അതിരെ ഉണ്ണിയേട്ടൻ അങ്ങനെ വിളിക്കുമ്പോഴാ എനിക്ക് അങ്ങനെ ഒരു പേരുണ്ടെന്നുള്ളത് ഓർമ്മ വരിക. ബാക്കി എല്ലാവർക്കും കുട്ടിയാണല്ലോ. നിനക്ക് മടുത്താ മോളെ ഈ എച്ചിൽ പാത്രങ്ങൾക്കിടയിലുള്ള ജീവിതം? ഒരിക്കലും ഇല്ല ഉണ്ണിയേട്ടാ. എനിക്കൊരു ജീവിതം തന്നത് ഈ വീടല്ലേ. അമ്മയുടെ സഞ്ചയനം കഴിഞ്ഞ് എല്ലാരും പിരിഞ്ഞു പോയപ്പോ ദ്രവിച്ച് നിലം പറ്റാൻ തുടങ്ങിയ വീടും കണ്ണു കാണാൻ വയ്യാത്ത മുത്തശ്ശിയും വിട്ട് നാണനായരുടെ കൂടെ പടിയിറങ്ങുമ്പോ ഞാനൊന്നും ആശിച്ചിരുന്നില്ല. പക്ഷേ കാത്തിരുന്നത് ഭാഗ്യം തന്നെയാ. ഒരു വേലക്കാരി എന്നുള്ള നിലയ്ക്ക് ആരും കണ്ടിട്ടില്ല. നല്ല വാക്കേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ മാണിക്യം, ഇതാ ഇപ്പോഴത്തെ സന്തോഷം. അതുപോലെ പേടിയും. ഇനിയും മാറിയില്ല പേടി? ഇപ്പൊ തന്നെ ആരേലും വന്ന് കണ്ടാ നാളെ നേരം വെളുക്കില്ല. പിന്നെ എന്റെ സ്ഥാനം പടിക്ക് പുറത്താവും. പടിക്ക് പുറത്തുള്ള ലോകത്തേക്ക് നിന്നെ തനിച്ചയക്കോ? വല്യമ്മാവന്റെ മുഖത്ത് നോക്കി ഇതങ്ങ് പറയാൻ ധൈര്യക്കുറവുണ്ട് എന്നുള്ള നേരാ. എന്നാലും അപ്പു ഏറ്റതായിരുന്നു എല്ലാം ശരിയാക്കിക്കൊള്ളാന്ന്. ദൂരെയുള്ള ഏതോ ലോകത്തിരുന്ന് അനുഗ്രഹവും ശക്തിയും തരും.
എന്താ തീണ്ടിയത്? കണ്ടോ വല്ലവരും? വെള്ളിക്കെട്ടനാന്നാ പറഞ്ഞു. ആര് പറഞ്ഞു? വെള്ളിക്കട്ടനോ? കണ്ടവര് പറഞ്ഞു. കണ്ടവരുടെ വാക്കും കേട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്ക. എവിടെ നാട്? കൂറ്റനാട്. അവിടെ ഒന്നും നല്ല ജാതി പാമ്പുകളില്ലല്ലോ. പാണജാതിപ്പെട്ട വല്ലതായിരിക്കും. വല്ല മഞ്ഞച്ചേരിയോ പച്ചിലപ്പാമ്പോ. ആ എത്തിയോ? ഇക്കണ്ട നേരമൊക്കെ എന്തും കാത്തിരിക്കായിരുന്നു. ഇന്നലെ സന്ധ്യക്കല്ലേ തീണ്ടിയത്? ചിലര് ചേർന്ന് അയനിക്കാട്ട് വൈദ്യരുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ആ. രാത്രി ഒത്തിരി കഴിഞ്ഞിരുന്നു. അപ്പോഴാ വൈദ്യര് പറയണത് നേരത്തോടെ നേരം കഴിഞ്ഞാൽ എന്തെങ്കിലും അറിയാൻ പറ്റുമെന്ന്. പിന്നെ അപ്പൊ തന്നെ എടുത്തു. ഓരോ മുറിവൈദ്യന്മാര് കൈയൊഴിയുമ്പോഴാണല്ലോ ഇവിടുത്തെ കാര്യം ഓർമ്മിക്കുക. ഇവിടെയാ കടിയേറ്റത്. കീറി ചോര ഒത്തിരി കളഞ്ഞു. വെള്ളിക്കെട്ട് അല്ല മറന്നിരിക്കണോ? ആണുവേ 10 ഏപ്രിലേക്ക് കിടത്തിക്കോളൂ. കുറച്ചു നേരം അങ്ങനെ കിടക്കട്ടെ. കണ്ണ് തുറക്കുമ്പോ ആ ഗുളിക നിന്നും മരുന്നും കൂടെ കൊടുത്താൽ മതി. ശരി. ഉച്ചയാവില്ല നടത്തിക്കൊണ്ട് പോവാ. ഓ. ഉണ്ണി അങ്ങാടിയിലേക്കാ? അതെ, കുഴമ്പിന്റെ കാര്യമല്ലേ പറയാൻ പോണേ, മറക്കില്ല. അതല്ല, ഒരു ഇൻഡന്റ് വാങ്ങിയിട്ട് വരണം. എന്നിട്ട് നീ തന്നെ വേണമെന്ന് എഴുതാൻ മുത്തശ്ശി പറഞ്ഞുതരാം. ആർക്കാ മുത്തശ്ശി? ബാംഗ്ലൂരെ മോക്ക്. അതിന്റെ വിവരം എന്താണെന്നൊന്ന് അറിയണം. അതിനെ അങ്ങനെ മറക്കാൻ പാടുണ്ടോ നമ്മള്? ശരിയാ, ഞാൻ മറക്കാതെ കൊണ്ടുവരാം. താനെങ്ങടാ? 1-2 പേരെ കാണണം. ഒന്ന് ബ്ലോക്ക് ഓഫീസിലും കയറണം. പുറത്തിറങ്ങാൻ മനസ്സുണ്ടായിട്ടല്ല, ഞാൻ തന്നെ ചെന്നേ പറ്റൂ. കമ്പിയുണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. കൺസ്ട്രക്ഷൻ കമ്പനിയുടെ MD തരകൻ അയച്ചിരിക്കുന്നേ. അവിടുത്തെ ലോക്കൽ സ്റ്റേഷനിൽ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ചെന്ന് മൊഴി കൊടുക്കണത്രേ. പേരിനൊരു ഫോർമാലിറ്റി. ആക്സിഡന്റ് ആയിരുന്നുള്ള ഉറപ്പാണ്. നമുക്ക് പോയിട്ട് പരാതിയൊന്നുമില്ല. പിന്നെ നരേന്ദ്രന്റെ കുറെ സാധനങ്ങൾ കിടപ്പുണ്ട്, അതെല്ലാം കൊണ്ടുവരണം. എന്താടോ ചെയ്യാ? താനൊന്ന് പോവോ? ഞാൻ പോവാം. പാലക്കാട് വരെയല്ലേ കഷ്ടി പോയിട്ടുള്ളൂ. അതിനപ്പുറം കിടന്നാ കുഴങ്ങോ? രാത്രി വണ്ടിക്ക് പോയാ അവിടെ എത്തുമ്പോ നാളെ രാവിലെ തന്നെ എത്തില്ലേ? വരണ വിവരം തരകനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. പോവാ. ആ, അയാൾ സ്റ്റേഷനിൽ എത്തിക്കോളും. എന്നാലേ പുറത്തിറങ്ങേണ്ടു. പരിചയമില്ലാത്ത സ്ഥലമല്ലേ? ഓ. ഞാൻ പറഞ്ഞത് ഉണ്ണി മറക്കണ്ട. നന്ദമോളെ ഒന്ന് കാണണം. അവളുടെ വിലാസം തരകന്റെ ഉണ്ടാവും. ആരും ഇല്ലാത്ത കുട്ടിയല്ലേ, ഒരു തന്തയുള്ളത് ഇല്ലാത്തതിന് തുല്യാന്ന് അവൻ പറഞ്ഞിരുന്നേ. തീവണ്ടി ആഫീസിൽ ഒരു മല്ലയുദ്ധം കഴിഞ്ഞു. സീറ്റ് ഉറപ്പായോ? ഉറപ്പാക്കി. അത് മതി. ആ മാനാട്ടൊരു വിദ്വാൻ അവിടെ ജോലിയിലുണ്ടല്ലോ. ദാ. പിന്നെ എന്താന്നാണ് നേരെ കയ്യില്? ഏയ്, അതൊരു എന്താ അത്? അതെ, തോർത്തുകൊണ്ടാ. ആ ചെട്ടിയാരുടെ കട കണ്ടപ്പോ ഒന്ന് വാങ്ങിയതാ. കാണട്ടെ, ഇങ്ങ് തരിക. കാണാൻ മാത്രമൊന്നുമില്ല. അല്ല, നോക്കട്ടോ. ആയ്, കാൽസറായി. എന്താണ് ഒത്തിരി പരിഷ്കാരമൊക്കെ ആവാന്ന് വെച്ചത്? നാണുകാര് പറഞ്ഞിട്ടാ, ഞാൻ നിർബന്ധിച്ചിട്ടൊന്നല്ലേ. കുറച്ചിലല്ലേ ഈ ഒറ്റമുണ്ട് കൊടുത്തോണ്ട് ഓരോ സ്ഥലത്ത് കയറിച്ചില്ല എന്ന് പറഞ്ഞാല്. അതും ബാംഗ്ലൂരെ. അതിട്ടുണ്ടാ യാത്ര? ഏയ്, അവിടെ ചെന്നിട്ട് ആ, അത്താഴം എന്താ വെച്ചാ കഴിക്കാൻ നോക്ക. പുറപ്പെടണ്ടേ? ആ ഹലോ, ഞാൻ മോഹൻ തരവേ. നരേന്ദ്രന്റെ എവിടുന്നാ? ഉണ്ണി വന്നിട്ടുണ്ടേ. നന്ദയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എപ്പോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ ഓക്കെ. തന്നെ കണ്ടപ്പോ ഒരു നിമിഷം നരേന്ദ്രനാണ് മുന്നിലെന്ന് തോന്നി. ഞാൻ ഡോക്ടർ വിമലയെ വിളിച്ചിരുന്നു. നന്ദയെ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുക. എന്താ? ഭക്ഷണം കഴിക്കില്ല. പട്ടിണി കിടന്ന് മരിക്കാനാ തീരുമാനം എന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ? ഇന്നലെ രാത്രി തൊട്ട് നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. മരുന്നും വേണ്ടെന്നാ വാശി. വിമല ഒരുവിധ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കാന്നാ പറഞ്ഞേ. എനിക്ക് അവിടം വരെ ഒന്ന് പോണല്ലോ. എന്താ മോളെ, ഇത് ഉണ്ണിയല്ലേ? യെസ്, എനിക്കറിയാം.
എപ്പോ വന്നു? ഇന്ന് കാലത്ത്. ഇരിക്കൂ. ആ. വീട്ടിലെല്ലാവർക്കും സുഖം? ഉവ്വ, അമ്മ? നന്നായിരിക്കണു. എന്നോട് വന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. നന്ദയുടെ വിവരങ്ങൾ അറിയാനുള്ള. Thank you. ഈ കിടപ്പ് കണ്ട് പേടിക്കണ്ട, എനിക്കൊന്നുമില്ല. ഈ വിമല വെറുതെ പിടിച്ച് കിടത്തിരിക്ക. ഹസൻ ഭായ്, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ ഇവളെ. ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഭക്ഷണോ മരുന്നോ എന്താ വെച്ചാലും ഞാൻ കഴിച്ചോളാം. ഉണ്ണി കൂടി ഒന്ന് പറയൂ. എനിക്ക് ഇന്ന് വിശ്വാസമില്ല. ഈ കാണുന്ന സ്മാർട്ട്നെസ് ഒക്കെ വീട്ടിലെത്തുമ്പോ മാറും. അത് പിന്നെ വീട്ടിൽ അടച്ചുമൂടി കിടക്കുന്നതുകൊണ്ടാ. ഇന്ന് ഞാൻ പുറത്തു പോകും. കുറെ ദിവസത്തിന് ശേഷം സിറ്റിയിലൊന്ന് കറങ്ങണം. ഉണ്ണിയെ കൂടെ കൂട്ടാം. ബാംഗ്ലൂർ കണ്ടിട്ടില്ലല്ലോ. എന്താ? ആ, അങ്ങനെ ആയിക്കോട്ടെ. ഞാനും നരനും നടന്നു പോയ വഴികൾ, എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ട ദിവസങ്ങൾ പുനർജനിക്കുകയാണെന്ന് ഞാൻ മോഹിച്ചു. വെറുതെ ഒരു മോഹം. ഞാൻ അതിനൊരു ശ്രമം നടത്തുകയായിരുന്നു വിമല. ഇല്ല, അതൊരു ഇഡിയസിയാണ്. ഉണ്ണിക്ക് എങ്ങനെ നരനാവാൻ കഴിയും? നോക്കുന്നെന്താ, നീ ഇങ്ങനെ തുടങ്ങിയാൽ എന്താ ചെയ്യാ? നടന്നത് എന്താണെന്ന് ഇനിയെങ്കിലും നീ റിയലൈസ് ചെയ്യണം. നിന്റെ നരേന്ദ്രൻ മരിച്ചു പോയിരിക്കുന്നു. ഇനി ഒരിക്കലും നിനക്ക് അയാളെ തിരിച്ചു കിട്ടില്ല. യെസ്, ഐ നോ. പക്ഷെ എന്തിന് ദൈവം അതേപോലെ ഉണ്ണിയെ സൃഷ്ടിച്ചത്? അല്ലെങ്കിൽ അയാൾ എന്തിനെന്നെ കാണിച്ചു തന്നു? കാണുമ്പോ അറിയാത്തൊരാശ്വാസം, അതിൽ കൂടുതൽ വേദനയും. ആത്മഹത്യയുടെയും ചിത്തഭ്രമത്തിന്റെയും ഇടയിൽ കിടന്ന് ആടുകയാണ് നന്ദയുടെ ജീവിതമെന്ന് ആർക്കാണ് അവളെ രക്ഷിക്കാൻ കഴിയുക? ഞാൻ എന്താ ഹസൻഭായി വേണ്ടത്? ഈ നിലയിൽ വിട്ടിട്ട് പോവാന്ന് പറഞ്ഞ മനസമാധാനം ഉണ്ടാവില്ല. അപ്പൂനോട് ചെയ്യണ തെറ്റാവും. ഇവിടെ ഈ സിറ്റി കഴിയുന്ന ഓരോ നിമിഷവും അവളുടെ വേദന കൂടുകയുള്ളൂ. അല്പം ആശ്വാസം കിട്ടാൻ, എല്ലാം മറക്കാൻ, ഒരു ശ്രമം നടത്താനെങ്കിലും ഒരു വീടുണ്ടായിരുന്നെങ്കിൽ, സ്നേഹം നൽകാൻ ബന്ധുക്കളുണ്ടായിരുന്നെങ്കിൽ. അക്കാര്യത്തിലും അവൾ നിർഭാഗ്യവതിയാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഉണ്ണിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് അവളെ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കൂടെ? മനസ്സിന്റെ സമനില വീണ്ടെടുക്കാൻ അതിനേക്കാൾ നല്ല ഒരിടം ഞാൻ നോക്കിയിട്ട് വേറെ കാണുന്നില്ല. നന്ദ തയ്യാറാവെന്ന് വെച്ചാൽ ഞാനൊരുക്കാണ്. അവിടെ എല്ലാവർക്കും വലിയ സന്തോഷമാവും, അതുറപ്പാ. ഞാൻ സംസാരിക്കട്ടെ നന്ദയോട്? ഓ, ആയിക്കോട്ടെ. എന്റെ കാര്യം കുറച്ചു ദിവസത്തേക്ക് ബോറ് തന്നെയായിരിക്കും. നീ ഇല്ലാതെ തനിച്ചിവിടെ. ഞാൻ ആലോചിക്കുക, കുറച്ചു ദിവസത്തേക്ക് ലീവ് എടുത്ത് നാട്ടിലേക്ക് പോയാലോ എന്ന്. അല്ല, നീ എന്താ എങ്ങനെ നിൽക്കുന്നേ? ഉണ്ണി അസംബായും താഴെ വെയിറ്റ് ചെയ്യാ. ഇപ്പോ ഒരു കൺഫ്യൂഷൻ പോണോന്ന്. ആ, ഇതാ നിന്റെ കുഴപ്പം. നീ തന്നെയല്ലേ പറഞ്ഞത് ബാംഗ്ലൂരിന് എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ, ഇല്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുമെന്നൊക്കെ. ശരിയാണ്, പക്ഷേ വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്ന് എനിക്ക് അവിടെയും രക്ഷയുണ്ടാവില്ല എന്നുള്ളൊരു ചിന്ത. എന്തായാലും നിനക്ക് സ്നേഹം തരാൻ അവിടെ ഒരുപാട് പേരുണ്ട്, തിരിച്ച് നിനക്ക് സ്നേഹിക്കാനും.
കൂട്ടിക്കൊണ്ടു പോന്നു. ഉപേക്ഷിച്ചിട്ട് പോരാൻ വയ്യാത്തൊരു. വരൂ മോളെ. നന്നായി. ലക്ഷ്മി, ആഹാ, ആരാത്? പാമോളെ. അവിടെ എല്ലാവർക്കും പേടി. എപ്പോഴാ എന്തെങ്കിലും കടുങ്കൈ കാണിക്കാന്ന്. എനിക്കിങ്ങനൊരു വഴിയേ തോന്നിയുള്ളൂ. നന്നായിടോ. അവന്റെ ആത്മാവിന് സന്തോഷമായിട്ടുണ്ടാവും. അത്ഭുതം തനിക്ക് ഇങ്ങനൊരു ബുദ്ധി തോന്നിയതില്ല. ഇത്തിരി വകതിരിയൊക്കെ കയ്യിലുണ്ട് അല്ലേ? പാവം കുട്ടി. ഇന്നലെ രാത്രിയും കൂടി ഞാൻ സ്വപ്നം കണ്ടു. നമ്മുടെ കൊളക്കടവ് പോലെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്ന് കരയാ. എന്നിട്ട് പിറുപിറുങ്ങനെ പറയണുണ്ട്. അപ്പൂട്ടന്റെ കാര്യാ. പാവം. എന്തായാലും ഉണ്ണീട്ടൻ കൂടെ കൊണ്ടുവന്ന് നന്നായേ ഉള്ളൂ. ഭദ്ര കഴിയണതും കൂടെ ഉണ്ടാവണം. വെറുതെ ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാൻ ഇടം കൊടുക്കരുത്. പൂവ് ഞാനുമായിട്ടങ്ങ് ഇണങ്ങിക്കോളും. മുഖം കണ്ടാൽ അറിയില്ലേ, ഒരു സാധുവാ. ഇതെവിടെയാ വെക്കേണ്ടത്? അങ്ങോട്ട് വെച്ചോളൂ. എന്റെ അമ്മോ, ഒന്ന് സഹായിച്ചെന്റെ കുട്ടിയെ. അമ്മയും മുത്തച്ഛയും വലിയ സന്തോഷത്തിലാ. ആ കുട്ടിയെ മടിയിൽ ഇറക്കണില്ല എന്ന് പറയണാവും ശരി. അല്ല, ആ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് വിവരം പറഞ്ഞു പോകും. അതിന്റെ ആവശ്യമുള്ളതായി ആരും പറഞ്ഞില്ല. ഒരു കണക്കിന് എന്തിനാ? ആള് ഫുൾ ടൈം ചൂടും പുറത്താന്നല്ലേ കേൾവി. എന്താ ചെയ്യാ, മനുഷ്യരുടെ ഓരോ കാര്യം. വൃത്തിയാക്കിയില്ലേ കുട്ടിയെ? കഴിഞ്ഞു. നീ ആ കുളിമുറിയിൽ വെള്ളം നിറച്ചിടെ. മോക്കൊന്ന് കുളിച്ച് ഈ വേഷമൊക്കെ ഒന്ന് മാറാലോ. ഇത് സ്വന്തം വീടായിട്ട് കരുതണം. അങ്ങനെ തോന്നി എല്ലാവരുമായിട്ട് ഇടപഴകുമ്പോഴേ മനസ്സിനൊരു മാറ്റം ഉണ്ടാവും. ഇനി തിരിച്ചു പോണോന്നും പറഞ്ഞ് ധൃതി കാണിച്ചാലാ എനിക്ക് പിടിക്കാതിയ. വിടില്ല ഞാൻ കുറച്ചു കാലത്തേക്ക്. ഇല്ല, അമ്മ പറയണവരെ ഞാൻ പോവില്ല. ആ നാണുവേ, അടുക്കള ചെന്ന് ലക്ഷ്മിക്കുട്ടിയോടെ ഊണിനെന്താ വകാന്ന് അന്വേഷിക്കേ. എന്റെ കുട്ടിക്ക് ഇന്ന് രുചിയോടെ എന്തെങ്കിലും വിളമ്പി കൊടുക്കണം എനിക്ക്. ശരി. വല്യമ്മാവൻ അന്വേഷിച്ചു. ഭദ്രേ, എനിക്കൊന്ന് കാണിച്ചു തരൂ നരൻ ഉറങ്ങുന്ന സ്ഥലം. ദാ അടച്ചിട്ടിരിക്കണില്ലേ, ഇത് തന്നെ അപ്പൂട്ടന്റെ മുറി. അവധിക്കൊക്കെ വരുമ്പോഴേ തുറക്കാറുള്ളൂ. ഞാൻ ചോദിച്ചത് ഇപ്പോഴുറങ്ങുന്ന സ്ഥലത്തെ കുറിച്ചാ. കാണണോ? വരൂ. കുഴിവെട്ടി അടക്കിയതാ. മൂത്തോര് ജീവിച്ചിരിക്കുമ്പോ ദഹിപ്പിക്കാൻ പാടില്ലെന്നല്ലേ. ദേ, നമുക്ക് പോവാം. കരയാനായിരുന്നു എന്ന് വെച്ചാ ഞാനിവിടെ കൊണ്ടുവരില്ലായിരുന്നു. ഭദ്ര പോയിക്കോളൂ. ഞാൻ ഇനി കുറച്ചു നേരം ഇവിടെ ഇരിക്കണം. ചെല്ലു, ഞാൻ വന്നോളാം. പെട്ടെന്ന് വരണേ, അന്വേഷിക്കും. അവിടെ തനിച്ചെനിക്ക് വയ്യ. ഞാനും നീ നിന്നൊന്നില്ല. നമ്മള് രണ്ടുമെന്ന് ഒരു സത്യമേ ഉള്ളൂ എന്ന് എന്നോട് പറഞ്ഞില്ലേ. പിന്നെ എന്തിനാ എന്നെ മാത്രം തനിച്ചിട്ട് പോയി കളഞ്ഞത്? ചെറുതി, ചെറുതി നാരൻ. നന്ദ, നരൻ,
നന്ദ എന്താ നന്ദ ഞാൻ ഉണ്ണിയാണ്. സോറി. ഞാൻ സോറി ഉണ്ണി. വരൂ വാ വരൂ. എവിടെയായിരുന്നു? അവിടെ തെക്കേ കണ്ടത്തില്. എന്താ മോളെ ഇത്? എന്തിനാ ഇപ്പൊ അങ്ങോട്ടെല്ലാം പോയത്? മതി ഭദ്രേ, പറ്റില്ല. നല്ലോണം കൊണ്ടു നടത്താൻ ഉണ്ണേട്ടന്റെ അമ്മ എന്നെ ഏൽപ്പിച്ചിരിക്കുക. എല്ലാരും കൂടി എന്നെ കൊച്ചുകുട്ടിയാക്ക. അമ്മയും മുത്തശ്ശിയും ചെറിയമ്മയും. എനിക്കും അതെ, കൊച്ചുകുട്ടിയാ. വലിയ പഠിപ്പൊക്കെ ഉള്ള ആളാന്നറിയാം. എന്നാലും അനിയത്തി കുട്ടിയായിട്ട് അങ്ങനെ കരുതാവോ? അതോ അതേ പ്രസംഗാവോ? ഏടത്തി കുട്ടിയായിട്ട് തന്നെ കൂട്ടാം. ഇവിടെ ഇരിക്കൂ, ഞാൻ ഉറങ്ങിയിട്ട് എൻ്റെ അടുത്തുനിന്ന് പോവാം. ഓ, കിടന്നോളൂ. ഗമനിത ധനിസ ധനിരീ സസ പാടം കടന്നെത്തുമീ രാത്തിങ്കളായി നീയുദിക്കേ ഉരുകും വേനൽ പാടം കടന്നെത്തുമീ രാത്തിങ്കളായി നീയുദിക്കേ കൈക്കുടന്ന നിറയെ തെരുമധുരം തരും കുറുനീളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴികൾ നീളെ വിളയും വസന്തം കൈക്കുടന്ന നിറയെ തെരുമധുരം തരും.
അനുരാഗവര കീർത്തനം കൈക്കുടന്ന നിറയെ തിരുമധുരം തരും കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളർന്ന വഴിയിലൂടെ വരുമോ വസന്തം. കൈക്കുടന്ന നിറയെ തിരുമധുരം തരും കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴികൾ നീളെ വിളയും വസന്തം. കൈക്കുടന്ന നിറയെ തിരുമധുരം തരും. എന്താ വേണ്ടേ? ഹാ, എന്നെ പേടിപ്പിക്കാൻ നിക്ക. പോയിട്ട് ഒരുപാട് പണിയുണ്ട് കേട്ടോ. വല്യമ്മാവന് കുളിക്കാൻ ചൂടുവെള്ളം ഉണ്ടാക്കണം, ഉണ്ണേട്ടന്റെ അമ്മയ്ക്ക് മരുന്ന് കൊടുക്കണം, മുത്തശ്ശിയുടെ ദേഹം ഒന്ന് നനച്ചു പിഴിഞ്ഞ് തുടയ്ക്കണം. പിന്നെയുണ്ടപ്പ ഒരുപാട് പണികള്. ലക്ഷ്മിയടത്തേക്കാണെങ്കിൽ തീരെ വയ്യേനും. ഒന്നും മാറുമോ? ഈ പാവം അങ്ങോട്ട് പൊയ്ക്കോട്ടെ. ശരിക്കും പേടിച്ചുട്ടോ. ആരോടായിരുന്നു കാവ്യനത് സംസാരം? എന്നെ പേടിപ്പിക്കാൻ നിക്കാന്നേ. ഇപ്പൊ കുറച്ചു ദിവസമായി തിരിയും കൊണ്ട് ചെല്ലുമ്പോ ഒരു വട്ടം ചുറ്റല് ഇങ്ങനെ നിക്കും, തല പതുക്കെ ഇളക്കി. നിന്നോട് ഇഷ്ടം കൂടിയിട്ടാവും. ഇഷ്ടം മൂത്ത് മൂത്ത് ഒരു ദിവസം നിന്നെയും കുത്തി അങ്ങ് പറന്നു പോകുന്ന അകലോകത്തേക്ക്. എന്നാ പിന്നെ സുഖായി. നാഗരാജാവിന്റെ റാണിയായിട്ട് അങ്ങനെ കഴിയാലോ. എന്നാലേ മാണിക്യം പോയ സർപ്പത്തെ പോലെ ഞാൻ തല തല്ലി ചത്തുകളയും. ഇതാണോ മാണിക്യം? ഇത് വെറും വെള്ളാരം കല്ലല്ലേ? എന്നാലേ ഈ വെള്ളാരം കല്ലിന് മാണിക്യത്തെക്കാൾ മാറ്റുകൂടും. അയ്യോ വിടൂ ഉണ്ണിയേട്ടാ, കാവിന്റെ അടുത്ത് വെച്ചുള്ള കളി വേണ്ട കേട്ടോ. പിന്നെ ഇത് എവിടെയെങ്കിലും വെച്ചൊന്ന് കാണിക്കണ്ടേ? അയ്യോ, കുറച്ച് ദിവസമായിട്ട് നോക്കി കിടക്കാം. ഭദ്രയമ്മ വിളിക്കുന്നു. അയ്യോ, അടുക്കളയിൽ നിന്ന് വിളി തുടങ്ങി. ഉണ്ണേട്ടൻ കുളി കഴിഞ്ഞ് നിൽക്കുക. ഇസ്തിരി ഇട്ട് കഴിഞ്ഞിട്ടുമില്ല. ഇങ്ങ് തരൂ, ഞാൻ ചെയ്യാം. അയ്യോ പാടാവും. ഇലക്ട്രിക്കിന്റെ പെട്ടിയല്ലേ ശീലം. കുഴപ്പമില്ല, ഞാൻ ഒന്ന് നോക്കട്ടെ. ഞാൻ ഇപ്പൊ വരാട്ടോ. ആരാ മോളെ കൊണ്ട് ഈ പണി ചെയ്യിക്കണേ? ആ കുട്ടിയെവിടെ? ഭദ്രയ്ക്ക് അപ്പുറത്ത് തിരക്കുണ്ട്. ഉണ്ണിയേട്ടന് പുറത്തു പോണം. സൂക്ഷിക്കണം, കൈ പൊള്ളിക്കരുത് കേട്ടോ. എന്താ ഇത്? ഭദ്രയില്ലേ അവിടെ? ഭദ്രയ്ക്ക് എന്തൊക്കെയാ ജോലി? കുറെ ഞാനും ഷെയർ ചെയ്യാന്ന് വെച്ചു. കൂടാ റെഡി. ഇനി മുത്തശ്ശനെ മൂർക്കാൻ വേണം അല്ലേ? അത് ഓക്കെ. അവിടെ നല്ല കോച്ചിങ് വന്നിരിക്കുന്നല്ലേ? ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയതാ. ഇപ്പൊ ഉണ്ണിയേട്ടന്റെ റൊട്ടീനൊക്കെ എനിക്കറിയാം. എന്താ ഇത്തിരി ബഹുമാനം തരാന്ന് കരുതിയത്? പേരിന്റെ കൂടെ ഒരു ഏട്ടൻ ചേർന്നിരിക്കണ്. അതിനൊരു ഭംഗിയുണ്ട്, ഉണ്ണിയേട്ടൻ വിളിക്കാൻ. എല്ലാം പെർഫെക്റ്റ്. മുറുക്കാൻ വരെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. നാണുവാരുടെ ഇൻസ്ട്രക്ഷൻ കിട്ടി അതുണ്ടാക്കാൻ. കിട്ടാതാവുമ്പോ പൊളിക്കുന്നാവോ? ഹേയ് ഇല്ല, ഒരു നുള്ളു നാക്കിൽ കിട്ടി. സ്വാദ് പിടിച്ചു പോയി. ഇതാ എങ്ങോട്ടാ യാത്ര? 4 കണ്ടത്തിൽ കൊയ്ത്ത് ബാക്കിയുള്ളത് നടക്കണു. അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. പിന്നെ ഉണ്ട് ചില ചില്ലറ കാര്യങ്ങൾ. ഞാനും വന്നോട്ടെ? എനിക്കിവിടെ അടങ്ങിയിരുന്ന് മടുത്തു. ആവാം. അപ്പുറത്തൊന്ന് പറഞ്ഞേക്കൂ. തിരക്കിയിട്ട് ആളെ കണ്ടില്ലാച്ചാ. ഭദ്രേ, ഞാൻ ഉണ്ണിയേട്ടന്റെ കൂടെ ഒന്ന് പുറത്തു പോവാ. പാടത്ത് കൊയ്ത്ത് നടക്കണ വരെ അമ്മയോടോ ചെറിയമ്മയോടോ ഒന്ന് പറഞ്ഞേക്കൂ. ഒന്നോ നടക്കങ്ങോട്ട് വച്ചിട്ടുണ്ടോ നിനക്ക്?